നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എൻ.കെ. പ്രേമചന്ദ്രൻ കൊളുത്തിയ വിവാദം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസം വികലമാക്കി പോലീസ് വണ്ടിയിൽ കിടത്തിയാണ് മലകയറ്റത്തിനായി പമ്പയിൽ കൊണ്ടുവന്നത് എന്നായിരുന്നു പ്രേമചന്ദ്രൻ്റെ പ്രസംഗം. UDFിൻ്റെ വിശ്വാസ സംരക്ഷണ യാത്രാ സമാപന സമ്മേളനത്തിലായിരുന്നു വിവാദ പ്രസ്താവന. വിവാദമായതിനെ തുടർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൊറോട്ട ബീഫ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി പ്രേമേന്ദ്രൻ ആവർത്തിച്ചു. മുമ്പ് ഇത് ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് വിവാദമായില്ലെന്നും തന്നെ ആക്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു ന്യായീകരണങ്ങൾ. അവിടെ വന്നപ്പോൾ ബീഫും പൊറോട്ടയും നൽകിയ സ്ഥലം ലേശം ഒന്ന് മാറി. അത് പാല ഗസ്റ്റ് ഹൗസ് എന്നത് കോട്ടയം പോലീസ് ക്ലബ്ബായി മാറി. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞറിഞ്ഞാണ് തൻ്റെ വിശദീകരണം എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. അങ്ങനെ ഉത്തമ ബോധ്യമില്ലാത്ത ഒന്ന്, അതും സമൂഹത്തിൽ വർഗീയ കലാപത്തിന് സാധ്യതയുള്ള ഒരു വിഷയം എൻ.കെ. പ്രേമേന്ദ്രനെ പോലെ ഒരാൾ പറയുമോ? ലോക്സഭയിലും രാജ്യസഭയിലുമായി 6 തവണ MP-യും 1 തവണ മന്ത്രിയുമൊക്കെയായ ഇരു മുന്നണിയിൽ നിന്നും മികച്ച വിജയം നേടിയിട്ടുള്ള ഒരു ജനനേതാവ് ഇങ്ങനെ പറയാമോ? ഈ പറഞ്ഞതിന് എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളതെന്ന ബിന്ദു അമ്മിണിയുടെ ചോദ്യത്തിന് എന്താണ് മറുപടി? പ്രേമേന്ദ്രൻ പറഞ്ഞത് ശരിയോ അതോ കുത്തിത്തിരിപ്പിനായി ബോധപൂർവം പറഞ്ഞതോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വൈറ്റിലയിൽ നിന്നും രാധാകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഈ എൻ.കെ. പ്രേമേന്ദ്രൻ്റെ പ്രസംഗം താങ്കൾ കേട്ട് കാണും. UDFിൻ്റെ വിശ്വാസ സംഗമ യാത്രയുടെ സമാപനത്തിലാണ് എൻ.കെ. പ്രേമേന്ദ്രനെ പോലെ ഒരു ആൾ, ഇങ്ങനെ ഒരു നേതാവ് പ്രസംഗിക്കുന്നത്. മറ്റ് പലരും ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. പക്ഷേ പ്രേമേന്ദ്രനിൽ നിന്ന്, ഓരോ നേതാവിൽ നിന്നും ഓരോ തരത്തിലാണല്ലോ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രേമേന്ദ്രനിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കുണ്ടാകുമ്പോൾ അത് എന്തെങ്കിലും സത്യമുണ്ടാവാൻ വഴിയുണ്ടോ, അതോ ബോധപൂർവമായ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള തന്ത്രമാണോ? നമസ്കാരം. നമസ്കാരം. ഇതിനു മുമ്പും, അതായത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവിടെ സംസാരിച്ചതാണ് ഈ വിഷയം. അപ്പൊ അതിനെതിരെ നമ്മുടെ ഇന്നത്തെ ധനകാര്യമന്ത്രി, അന്ന് തോറ്റ സ്ഥാനാർത്ഥി, കേസ് കൊടുത്താണ് ഹൈക്കോടതിയിൽ. അത് ഹൈക്കോടതി തള്ളുകയും ചെയ്തതാണ്. പിന്നെ ഇതിപ്പോ പറയുന്നത്, ഇപ്പൊ പിണറായി സർക്കാരിന്റെ ശബരിമല ആചാരങ്ങൾ ലംഘിച്ച് സമത്വം എന്ന പേരിൽ മതവിശ്വാസത്തെ അവമാനിക്കുന്ന പ്രക്രിയ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അന്ന് നടന്നത്. പിന്നെ ഈ ശ്രീ രാധാകൃഷ്ണൻ, ചോദ്യം, ബിന്ദു അമ്മിണി നമ്മുടെ ചാനലടക്കമുള്ള ചാനലുകളിലൊക്കെ വന്നിരുന്നു. താൻ അങ്ങനെ എന്തായാലും ഈ 2 സ്ഥലങ്ങളിലും, ഈ പാലാ ഗസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ കോട്ടയം പോലീസ് ക്ലബ്ബിലോ ഒന്നും താൻ അവിടെ പോയിട്ടില്ല എന്നൊക്കെ അവർ കൃത്യമായി പറയുന്നത്. അവർ ചോദിക്കുന്നു, എൻ.കെ. പ്രേമേന്ദ്രനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നെങ്കിൽ എന്താണ് തെളിവ്? ഈ സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, അത്ര ഗൗരവമുള്ളൊരു വിഷയം പ്രേമേന്ദ്രനെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതി പറയുമ്പോൾ എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ പോലീസ് പറഞ്ഞറിയാം എന്ന് പറയൽ ഒരു തെളിവാണോ? അല്ല, പാർലമെന്റിൽ എല്ലാ വിഷയങ്ങളും പഠിച്ച് അവതരിപ്പിക്കുന്ന, അതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ വിഷയത്തിൽ എന്താണ് തെളിവ്? പാർലമെന്റിയൻ എന്ന ബഹുമതി നേടിയിട്ടുള്ള എൻ.കെ. പ്രേമേന്ദ്രൻ MP പറയുന്നതാണോ, അതോ യുക്തിവാദിയും ആർട്ടിസ്റ്റുമായി വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പറയുന്ന ബിന്ദു അമ്മിണി പറയുന്നതാണോ? ശ്രീ രാധാകൃഷ്ണൻ, ബിന്ദു അമ്മിണി പറഞ്ഞാലും പ്രേമേന്ദ്രൻ പറഞ്ഞാലും ആര് പറയുന്നതിലാണ് ശരിയുള്ളത്? അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ബിന്ദു അമ്മിണിയെ സംബന്ധിച്ച് ഒരു വിവരം പ്രേമേന്ദ്രൻ പറയുമ്പോൾ അത് ബിന്ദു അമ്മിണി നിഷേധിച്ചാൽ സ്വാഭാവികമായും തെളിവ് നൽകേണ്ട ഉത്തരവാദിത്തമുള്ളത് ആർക്കാണ്? അത് പ്രേമേന്ദ്രനാണ്. അതിന് താൻ വഹിച്ച സ്ഥാനങ്ങളും താൻ വഹിച്ച ഉന്നതമായ പ്രസംഗങ്ങളും ഉന്നതമായ മറ്റു കാര്യങ്ങളും ഒന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് തെളിവൊന്നും നൽകാനില്ല എന്ന് പറയാൻ കഴിയുമോ? ഈ ബിന്ദു അമ്മിണി CPM-ന്റെ ഒരു ചട്ടകമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്നിട്ട് ഇതേ ബിന്ദു അമ്മിണി അവിടെ അയ്യപ്പ സംഗമം നടത്തിയിട്ട് CPM-കാർ ക്ഷണിച്ചില്ലല്ലോ. അത് ഭക്തന്മാരുടെ ഇരുന്നില്ലേ, അതുകൊണ്ട് ക്ഷണിക്കാൻ ചട്ടം ലംഘിച്ച് കടത്താൻ വേണ്ടി ചെയ്തതല്ലേ. ഇത് ബിന്ദു അമ്മിണി പോയത് ആരെങ്കിലും കണ്ട? അവര് കാണാതെയല്ലേ പോയത്, ആരും അറിയാതെയല്ലേ പോയത് ശബരിമല കയറിയത്. അവര് പറയുന്നതല്ലല്ലോ. ശ്രീ രാധാകൃഷ്ണൻ, എന്റെ ചോദ്യം വളരെ ലളിതമാണ്. എന്റെ ചോദ്യം ബിന്ദു അമ്മിണി ആരാ എന്താണെന്നുള്ളതൊന്നുമല്ല.
NK പ്രേമചന്ദ്രനെ പോലെ ഇത്രയും തവണ രാജ്യസഭാംഗമായും ലോക്സഭാംഗമായും മന്ത്രിയായും ഒക്കെ ഇരുന്നിട്ടുള്ള കേരളത്തിലെ ഒരു വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഉത്തരവാദിത്തത്തോട് കാര്യങ്ങളൊക്കെ പഠിച്ചു പറയും എന്നൊക്കെ കരുതുന്ന ഒരു നേതാവ്, അങ്ങനെ ഒരു നേതാവ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അതും വലിയ വർഗീയ ചുവയുള്ള ഒരു ആരോപണമാണ്. ബീഫും പൊറോട്ടയും മേടിച്ചു കൊടുത്ത് വിശ്വാസം വികലമാക്കി. ചില CPM അങ്ങനെ എന്തോ വിശ്വാസം വികലമാക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട് എന്നുള്ളൊക്കെ മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ. അങ്ങനെ ഇതുവരെ നമ്മുടെ മുന്നിൽ അങ്ങനെ തെളിവുകളൊന്നും ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ശരി എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? അതെ, അതുണ്ട്. വിശ്വാസത്തെ പ്രദർശനായുധമാക്കി ഉപയോഗിക്കുന്ന മതവിരോധികളാണ് ഇടതുപക്ഷം ഇപ്പൊ. കാരണം ശ്രീ രാധാകൃഷ്ണൻ, എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രേമചന്ദ്രൻ ഉണ്ടോ ഇല്ലയോ? പ്രേമചന്ദ്രനുണ്ട്. അത് തെളിയിക്കണ്ടേ? തെളിവുള്ള കാര്യം. ഇവര് കേസ് കൊടുക്കട്ടെ. ഇവര് കേസ് കൊടുത്തിട്ടുണ്ടാ? പറഞ്ഞില്ലേ അന്ന് ഇവർക്ക് ഇതുണ്ടെങ്കിൽ ഇവര് കേസ് കൊടുക്കട്ടെ. ഇവര് കേസ് കൊടുക്ക്. ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തർ ആരോപണം പറഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നതാണോ ന്യായം? അല്ലാതെ എങ്ങനെ തെളിയിക്കണം? കാരണം ഇവര് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളായിരിക്കണം. അവർക്ക് എന്താണ് കുഴപ്പം? അവർ ഉത്തരവാദിത്തത്തോടെ ജീവിക്കുന്ന ഈ നാട്ടിലെ ഒരു പൗരയല്ലേ? അവര് ആചാരങ്ങളൊന്നും പോകുന്ന ആളുകളാണ്. ശരി, ഓക്കെ. രാധാകൃഷ്ണൻ, അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഓരോ പൗരനും അവരുടേതായ അവകാശങ്ങളുണ്ട്. അവരുടേതായ അവകാശമാണ് അവർ വിനിയോഗിക്കുന്നത്. ഓരോരുത്തരും അങ്ങനെയാണ്. അത് മതത്തിന്റെ ആത്മാവിലാണ് എന്ന് അത് കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള പാർട്ടിയാണ് RSP. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും ഇതുണ്ടാവൂല. കാര്യങ്ങളാണ് അത് കാത്തുസൂക്ഷിക്കാൻ കഴിവുള്ള പാർട്ടിയാണ് RSP. നല്ല പ്രസ്താവന തന്നെയാണ്. അതെ. ശരി, താങ്കൾ RSP-കാരനാണോ? ഞാൻ RSP-കാരനാണ്. ശരി, ഏത് RSP-യിലാണ്? ഇവരുടെ കൂടെയാണോ? ഞാൻ ഷിബു ബേബി പ്രേമചന്ദ്രന്റെ പാർട്ടി എറണാകുളം സെക്രട്ടറി ആയിരുന്നു. ശരി, അതാണ് ഇത്ര ആവേശപൂർവ്വം ബാധിക്കുന്നല്ലേ? അത്ര ആവേശപൂർവ്വം RSP എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണെന്നൊക്കെ താങ്കൾക്ക് അറിയുമല്ലോ. ഇത് അറിയാലോ. യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടി ഇപ്പൊ RSP ഉള്ളൂ. ശരി, ഓക്കെ. കാരണം എന്തായാലും ശ്രീകണ്ഠൻ നായർ പോലെയും RS ഉണ്ണിയെ പോലെയും ഒക്കെ ഉള്ള ആളുകൾ നയിച്ച പാർട്ടിയാണത്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് പറയുന്നത്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെയാണല്ലോ ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നത്. നല്ല കാര്യം. അതെ, നമ്മൾ അത് തന്നെയാണ് ചെയ്യണം. കാരണം അല്ലാതെ ഇതുപോലെ നമ്മള് എന്താ പറയണ. ശരി, ഓക്കെ. എന്തായാലും അവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ പഴയതൊക്കെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ താങ്കൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ പങ്കെടുക്കുന്നതാണ്, ഇത് ചെയ്യണതാണ് പരിപാടികളിലെല്ലാം. ശരി രാധാകൃഷ്ണൻ, അതൊക്കെ ഒന്ന് വായിക്കുന്നത് നന്നാവും എപ്പോഴും. ശരി. ശ്രീനിവാസനാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ NK പ്രേമചന്ദ്രനെ പോലെ പരക്കെ പൊതുവെ ഒരു മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ ഒരു പടി കൂടി മാറിയൊക്കെ ഒരു അംഗീകാരമുള്ളൊരു നേതാവ് കൂടിയാണ്. അങ്ങനെയാണ് രണ്ട് മുന്നണിയിൽ നിന്നുമൊക്കെ ജയിക്കാൻ കഴിഞ്ഞ നേതാവാണ്. അതിനൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരാൾ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാവും എന്ന് അറിയാവുന്ന ഒരു വിഷയത്തിൽ യാതൊരു തെളിവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇല്ലാത്തൊരു വിഷയത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നത് അത് എത്രത്തോളം ശരിയായ ഒരു നിലപാടാണ്? പ്രേമചന്ദ്രൻ പറയുന്നത് ശരിയായിരിക്കും. കാരണം പ്രേമചന്ദ്രൻ അത്ര മോശമുള്ള നേതാവൊന്നുമല്ല. പാർലമെന്റിലൊക്കെ അട്ടിമറികളും എല്ലാ കാര്യങ്ങളിലും കൂടി പ്രയോഗിക്കുന്ന ഒരു നേതാവും കൂടില്ലേ. അല്ല, നമ്മൾ പ്രേമേന്ദ്രന്റെ അത്തരം ക്രെഡിബിലിറ്റിയിലൊന്നും നമ്മൾ ഏതെങ്കിലും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം പ്രേമേന്ദ്രനെ പോലെ ഒരു നേതാവ് പറയുമ്പോൾ അതിന് ബിന്ദു അമ്മണി ചോദിക്കുന്ന വളരെ നിസ്സാരമായ ചോദ്യമാണ്, പവർഫുൾ. പക്ഷെ അത് വളരെ ശക്തമായ ചോദ്യമാണ്. ഞാൻ അവിടെ രണ്ടിടത്തും പോയിട്ടില്ല. പോയി എന്ന് അവകാശപ്പെടുന്ന അവർ അവിടെ രണ്ടിടത്തും പോയിട്ടില്ല. പിന്നെ അവർ രഹന ഫാത്തിമ അവരുടെ കൂടെ അല്ല പോയത് തന്നെ. ബിന്ദു അമ്മണിയും കനകദുർഗയും ഒരുമിച്ചാണ് പോയത്. അത് തന്നെ അദ്ദേഹം ആദ്യം തെറ്റിച്ചാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു പാലയിലാണെന്ന്, പിന്നെ പറഞ്ഞു കോട്ടയത്താണെന്ന് പറഞ്ഞു. ഇതിനെന്താണ് തെളിവ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ തെളിവുകളൊന്നും ഇതുവരെ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. അല്ല, അവരെന്തിനാ ശബരിമലയിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമല്ല പോയത്. അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. വിശ്വാസികൾ ഒരു വിഭാഗം വിശ്വാസികൾക്ക് അവർ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നു, ഒരു വിഭാഗം അങ്ങനെയല്ല പോകാമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ വിശ്വാസികളുടെ വിഷയം. നിയമവിരുദ്ധം എന്ന് പറയാൻ കഴിയില്ല. അല്ല, നമ്മുടെ മതവിശ്വാസത്തിന് എതിരായിട്ടില്ലേ അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീനിവാസൻ? അത് ഓരോരുത്തരുടെ വിശ്വാസം. ചിലരുടെ വിശ്വാസത്തിനെതിരായിരുന്നു, ചിലരുടെ വിശ്വാസത്തിന് അത് എതിരല്ല. അങ്ങനെയൊക്കെ മതവിശ്വാസത്തിൽ ഒരുപാട് വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാലാകാലങ്ങളെ ഒരുപോലെ നിൽക്കുന്നൊന്നും അല്ലല്ലോ. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ക്ഷേത്രത്തിൽ കയറരുത് എന്നുള്ളതായിരുന്നു ഒരു കാലത്തെ വിശ്വാസം. ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായ ശേഷവും നല്ലൊരു ശതമാനം ആളുകളും ക്ഷേത്രത്തിൽ കയറിയിരുന്നില്ല. അവർ തന്നെ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ കയറിയാൽ എന്തോ കുഴപ്പം വരും ഭഗവാന് എന്നൊക്കെ ആയിരുന്നു. ഇത് ചെറിയ ന്യൂനപക്ഷം ആളുകൾക്ക് മാത്രം കയറേണ്ട ഒന്നാണ്. പിന്നീട് ഭൂരിപക്ഷമുള്ള ആളുകൾ കയറിയില്ലെങ്കിൽ പണം കിട്ടില്ല എന്നൊക്കെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഭൂരിപക്ഷത്തിന് കയറാനൊക്കെ ഉള്ള അവസരവും ഇപ്പോൾ ഇവരെ കൊണ്ട് പണം ഇടുന്നതൊക്കെ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് പോട്ടെ. അവർ കയറിയത് ഒളിച്ചും മറിഞ്ഞിട്ടല്ലേ കയറിയിട്ടത്. അന്ന് ഒരു ഭാഗം ആളുകൾ അതിനെ എതിർക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് നേരെ പോയാൽ കായികമായ ആക്രമണം നേരിടേണ്ടി വരില്ലേ?
ആക്രമണത്തിന് ശ്രീനിവാസൻ, നമ്മുടെ വിഷയം അതൊന്നുമല്ല. അവര് കയറുമോ കയറാതിരിക്കോ ഒക്കെ അത് വേറെ ഒരു കാലത്ത് വിഷയം, അതല്ല വിഷയം. ഇപ്പോൾ ഇത് മതവിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ സ്റ്റേറ്റ് ഫോർവേഡായിട്ട് പോകണ്ടേ? ശ്രീനിവാസൻ, അവര് പോയതോ അല്ല നമ്മുടെ വിഷയം. ശ്രീനിവാസൻ ഇത് പറയും. പ്രേമചന്ദ്രന് തെളിവ് കിട്ടിയിട്ടുണ്ടാവും. പ്രേമചന്ദ്രൻ പുറത്തുണ്ടേ, അത് പുറത്തുവിടും. രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ പ്രാങ്കായിട്ട് അങ്ങനെ പറയുന്നില്ലല്ലോ. അതൊക്കെ കുറെ കഴിയുമ്പോ അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസന്റെ ധാരണ അദ്ദേഹം പുറത്തു വിടുമെന്നുള്ളതാണ്. പുറത്തു വിടുന്നെങ്കിൽ പുറത്തു വിട്ടെ. അത് വളരെ സ്ഫോടനാത്മകമായ ഒരു വിവരം തന്നെയാണ്. ഒരിടത്ത് വിശ്വാസിയെ കയറ്റുക എന്നുള്ളത് മാത്രമല്ല, അവിടെ മാംസം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുക എന്നത് കൂടി വരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ വലിയ വാർത്തയാവാനും വലിയ വിവാദങ്ങൾക്കും ഒക്കെ വഴിതെളിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ പുറത്തു വിടുന്നെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ അദ്ദേഹം പുറത്തു വിടുമെന്ന്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, NK പ്രേമേന്ദ്രനെ പോലെ ഒരു നേതാവ് പറയുന്നു അവിടെ സ്ത്രീകളെ കയറ്റുക എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് മാത്രമല്ല പാലിക്കാൻ പോയത്, അതിനപ്പുറത്തേക്ക് വിശ്വാസം വികലമാക്കാൻ വേണ്ടി അവർക്ക് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുന്നു. അങ്ങനെ അദ്ദേഹം ബിന്ദു അമ്മണി മറുപടിയായി പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് എന്താണ് തെളിവുള്ളത്, ആ തെളിവ് പുറത്തുവിടാനാണ് പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? സർ നമസ്കാരം. നമസ്കാരം. പ്രേമചന്ദ്രൻ സാർ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. സാറിന് എന്താ അതിന് പുറത്തുവിടണമെന്നൊരു നിർബന്ധം? ഇവിടുത്തെ വിശ്വാസികൾക്ക് വിശ്വാസമാണ് പ്രേമചന്ദ്രൻ പറയുന്നത്. അന്ന് അവിടെ നടന്നത് അതാണ്. പോലീസ് സ്റ്റേഷനിൽ പോവാതെ ബിന്ദു അമ്മണിക്ക് ഒരു കാരണവശാലും ഈ കർമ്മസമിതിയിലെ ആൾക്കാർ അവിടെ വിശ്വാസ വഞ്ചനക്കെതിരായിട്ട് നിൽക്കുമ്പോ എങ്ങനെ പോകും? ബിന്ദു അമ്മണി എന്താ ഇരുമ്പുരുക്കാറ്റാ? അപ്പൊ സാറ് പറയുന്ന പ്രേമചന്ദ്രൻ സാർ പറഞ്ഞത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. സാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. 100% കറക്റ്റാണ്. ഈ ബിന്ദു അമ്മണി സമൂഹത്തിൽ ആരാ സാർ? ബിന്ദു അമ്മണിയാ എപ്പോഴാ സാർ അറിഞ്ഞത്? ശബരിമലയിൽ അവിടെ വിശ്വാസ ലംഘനത്തിന് പോയപ്പോഴല്ല അറിയുന്നത്. പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ എത്ര പതിറ്റാണ്ടിലെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാ. ഈ ബിന്ദു അമ്മണിയുടെ വാക്കിന് ആരാ സാർ ബലവൽക്കും? സാറിന്റെ ന്യൂസ് 8 ചാനലിന് നിർബന്ധം ഉണ്ടായിരിക്കാം ബിന്ദു അമ്മണി വലിയ ധീരത കാട്ടിയെന്ന്. പക്ഷെ പ്രേമചന്ദ്രൻ സാർ പറഞ്ഞത് കറക്റ്റാണ്. അന്ന് ഇത്രയധികം പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും അവിടെ നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലും പോലീസിന്റെ അനുമതിയും ഇല്ലാതെ ഈ ബിന്ദു അമ്മണിക്ക് അവിടെ പോകാൻ പറ്റുമോ? ശ്രീ ബാലകൃഷ്ണൻ, അതല്ല ചോദ്യം. പോലീസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് ബിന്ദു അമ്മണി പോയത്, അതിന് യാതൊരു സംശയമില്ല. ഈ രാജ്യത്ത് സുപ്രീം കോടതി ഒരു നിയമം പാസാക്കി, ആ വിധി പാസാക്കി, സ്വാഭാവികമായും അതനുസരിക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനോ ആയിക്കോട്ടെ, അതല്ല നമ്മുടെ തർക്ക വിഷയം. അവിടെ അവർക്ക് അവിടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി പൊറോട്ടയും ബീഫും കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കിയിട്ടാണ് കയറ്റിയത് എന്നാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്. കയറ്റി എന്നുള്ള ആരോപണമോ അല്ലെങ്കിൽ അത് ശരിയാണ് എന്നുള്ളത് എല്ലാവർക്കും പറയാം, എൻ്റെ വിഷ്വൽ അടക്കം ഉണ്ടെല്ലായിരുന്നു. പക്ഷെ അങ്ങനെ പറയുന്നതിന് എന്ത് തെളിവാണ് പ്രേമേന്ദ്രന്റെ കയ്യിലുള്ളത് എന്നുള്ള ലളിതമായ ചോദ്യമാണ് ബിന്ദു അമ്മണി തിരിച്ചു ചോദിക്കുന്നത്. സാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. പറഞ്ഞു. സാർ ഈ വിശ്വാസ ലംഘനം നടന്ന കാലം മുതലേ ഗവൺമെന്റ് കോടതി വിധി, സുപ്രീം കോടതി വിധി അംഗീകരിച്ചാണ് ചെയ്തതെന്ന് ആർജവത്തോടെ പറയുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണല്ലോ. സർക്കാരല്ല കയറ്റിയത്, സുപ്രീം കോടതി വിധി പ്രകാരം സർക്കാരാണ് കയറ്റിയതെന്ന് സാറിന്റെ ചാനൽ അന്നേ വാദിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നു, ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിക്ക് എന്തേ പിന്നെ തുറന്നു പറയാൻ ഇപ്പൊ ഒരു ഭയം? അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഭയമുണ്ടോ ഭയമില്ലയോ എന്നൊന്നുമല്ല ചോദിക്കുന്നത്. എന്റെ ചോദ്യം ശ്രീ ബാലകൃഷ്ണൻ ഇത് പറയൂ. ബാലകൃഷ്ണനോട് ചോദിച്ച വളരെ സിമ്പിളായ ചോദ്യമാണ്. ഈ പ്രേമേന്ദ്രനെ പോലെ ഒരാൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് മറുപക്ഷം ചോദിക്കുന്നു. അപ്പോൾ അതിന് തെളിവൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തെളിവുണ്ട്, ഇവിടുത്തെ വിശ്വാസികൾക്ക് തെളിവുണ്ട്. പ്രേമചന്ദ്രൻ പറയുന്നതാണ്. അതിൽ കഴിഞ്ഞ് അവിശ്വാസികൾക്ക് തെളിവിന്റെ ആവശ്യമില്ല. വിശ്വാസികൾക്കാണ് തെളിവ് വേണ്ടിയത്. വിശ്വാസികൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. പ്രേമചന്ദ്രൻ സാർ കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് 100% റൈറ്റ് ആണ്. അത് വിശ്വാസികൾക്ക് വിശ്വാസമാണ്. അവിശ്വാസികളെ ശബരിമലയിൽ എന്തിനു വിശ്വസിപ്പിക്കണം? ശബരിമല വിശ്വത്തിൽ പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ വിശ്വാസികൾ വിശ്വസിക്കണം. അവിശ്വാസികൾക്ക് അവിടെ എന്ത് സ്ഥാനം? ബിന്ദു അമ്മണിയെ പോലത്തെ. ശ്രീ ബാലകൃഷ്ണൻ, അവിശ്വാസിക്കും വിശ്വാസിക്കുമെല്ലാം ഒരേപോലെ സ്ഥാനമുള്ള മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തിനകത്ത് വിശ്വാസിക്ക് അധികമായ എന്തെങ്കിലും ഒരു സ്ഥാനമോ അവിശ്വാസിക്ക് ഏതെങ്കിലും സ്ഥാനക്കുറവൊന്നുമില്ല. അതെല്ലാം പോട്ടെ, അതൊന്നും അല്ല വിഷയം. ഈ പ്രേമേന്ദ്രൻ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആ പ്രേമേന്ദ്രൻ ആ തെളിവുകൾ പുറത്തു വിട്ടുകൂടെ? മനസ്സില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് വിശ്വാസികൾക്ക് വിശ്വാസികൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ശരി, ഓക്കെ. താങ്കൾക്ക് അത് വിശ്വസിക്കാം. താങ്കളുടെ അഭിപ്രായം അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ സംശയമൊന്നുമില്ല. ശ്രീ ഇതേ മുരളിയാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇതേ മുരളി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പ്രേമേന്ദ്രനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ സ്ഫോടനാത്മകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം പറയുന്നു?
അത്തരം ഒരു വിഷയം പറയുമ്പോൾ അത് ബോധപൂർവം പറഞ്ഞതാണോ അതോ അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങനെ തെളിവൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അതെ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ദിശ മാറ്റിവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ പ്രശ്നം. കാര്യം ഇത് നേരത്തെ പല റോള് ഓടിക്കഴിഞ്ഞ ഒരു വിഷയമാണ് ഈ ബീഫും പൊറോട്ടയൊക്കെ. അത് ഇപ്പൊ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഈ വിഷയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്കിടുക എന്ന് പറഞ്ഞാൽ, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുന്നതേ ഇല്ല. ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ദേവസ്വം ബോർഡിന്റെ വമ്പൻ സ്രാവുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും കേരളത്തിൽ ചർച്ച വരുന്നില്ല. അപ്പോ ശ്രീ ഇതേമുള്ള ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ കേരളത്തിൽ ശബരിമല വിഷയത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ ഇടതു പാർട്ടികളാണ്. ആ ഇടതു പാർട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണോ പ്രേമേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ കൊണ്ടിട്ടത്? അങ്ങനെ വല്ല ഇടതു പാർട്ടികളിലേക്ക് മടങ്ങി പോകാനുള്ള വല്ല തീരുമാനമോ അങ്ങനെ വല്ല ഉണ്ടോ? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? പ്രേമചന്ദ്രൻ അങ്ങനെ ഒന്നിലേക്കും മടങ്ങി പോകത്തില്ല. നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്റ് അംഗം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും എം പി ആണ്. അല്ലാതെ RCയുടെ എം പി അല്ല, അല്ലെങ്കിൽ നാഷണൽ ജനതാദളിന്റെ എം പി അല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം പി അല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അങ്ങനെ ഒരു എം പി ആയിട്ട് മാറുന്ന ആളല്ല പിന്നെ NK പ്രേമേന്ദ്രൻ. അദ്ദേഹം വളരെ സമചിത്തതയോടെ എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുപോലെ കാണുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങനെ ഒരു ബിന്ദുമണി ചോദിച്ചപ്പോന് ഉത്തരം കൊടുക്കാൻ തെളിവുകൾ കാണുമല്ലേ? അദ്ദേഹം അത് വെളിപ്പെടുത്തിയല്ലോ. ആ പറഞ്ഞതിന്റെ എവിഡൻസ്, അതിന്റെ ഒറിജിൻ എവിടുന്നാണെന്ന് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിഷയങ്ങൾ വഴിമാറ്റി വിടുന്നു, ചർച്ചകൾ വഴിമാറ്റി വിടുന്നു. അതാണ് കാണുന്നത്. സാറ് തന്നെ വിഷയങ്ങൾ വഴിമാറ്റി വിടാൻ സമർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. മുരളി, നമ്മൾ ഈ വഴിമാറ്റി വിടുന്നു എന്ന് പറഞ്ഞ ശബരിമല വിഷയം എത്രയോ ദിവസം തുടർച്ചയായി പൊതുവേദി ചർച്ച ചെയ്തു. ആ വിഷയം ഞങ്ങൾക്ക് വഴിമാറ്റി വിടാൻ ഏതെങ്കിലും ആ വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ വഴിമാറ്റി വിടേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായാലും ഇല്ല. അത് താങ്കൾക്ക് തന്നെ ഈ പൊതുവേദിയിൽ മുൻ ലക്കങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഈ വഴിമാറ്റി വിടാൻ താല്പര്യം ഉണ്ടാവേണ്ടത് സ്വാഭാവികമായും ഈ സർക്കാരിനാണ്, അല്ലെങ്കിൽ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കാണ്. സർക്കാരിനോ അനുകൂലിക്കുന്ന ഒരാളാണോ പ്രേമേന്ദ്രൻ? അല്ല. പിന്നെ എന്തിന് പ്രേമേന്ദ്രൻ വഴിമാറ്റി വിട്ടു? താങ്കൾ പറയുന്നത് ന്യായം ശരിയാണെങ്കിൽ നാളെ MV ഗോവിന്ദനാണ് ഇത് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും CPM നേതാക്കളോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കളോ പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം അവർ വിഷയം വഴിമാറ്റി വിടാൻ വേണ്ടി ബോധപൂർവ്വം പറഞ്ഞാണ്. ഇത് പറഞ്ഞ പ്രേമേന്ദ്രനല്ലേ, UDFന്റെ MP അല്ലേ പറഞ്ഞത്? പ്രേമേന്ദ്രൻ പറഞ്ഞത് പൊറോട്ടയും ബീഫിന്റെ കാര്യം പറയുന്നു. അതിനുശേഷം നടന്നത് പോലീസുകാര് ഹെൽമറ്റ് കൊടുത്ത് അവരെ ആൾമാറാട്ടത്തിലൂടെ സന്നിധാനത്ത് വരെ എത്തിച്ചപ്പോ അവിടെ അയ്യപ്പ ഭക്തർ തടഞ്ഞു. അതിന്റെ കൂടെയുള്ള കാര്യങ്ങൾ എന്താണ്? പോലീസുകാർ മുരളി, അതൊന്നും അല്ലല്ലോ വിഷയം. ഒരാളെ കയറ്റിയത് എല്ലാവരും കണ്ടതാണ്, അത് വിഷ്വൽ അടക്കം എല്ലാവരും കണ്ടതാണ്. അതിന്റെ വിഷയമല്ല. ഇവരെ കയറ്റാൻ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി അവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് വിശ്വാസം വികലമാക്കി. അതല്ലേ അതീവ ഗുരുതരമായ ആരോപണം. അവിടെ സ്ത്രീ കയറുന്നതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു ആരോപണമല്ലേ? അവിടെ കയറ്റി വിടാൻ പോയ ആൾക്ക് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിക്കൊടുത്തു. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഈ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് വ്രതമെടുക്കുന്ന സമയത്ത് അങ്ങനെ മാംസം കൊടുത്ത് അതിനും ബീഫ് എന്ന് തന്നെ ബോധപൂർവം ഒക്കെ പറയുമ്പോൾ അതിന് മറ്റു ചില ഒരു കുൽസിത ശ്രമമൊക്കെ അതിൽ പിന്നിലുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടി വരും സ്വാഭാവികമായും. പാർലമെന്റ് അംഗം NK പ്രേമേന്ദ്രൻ പറഞ്ഞ ആ ബീഫും പൊറോട്ടയുടെയും കാര്യത്തിൽ അതിനെ കുത്തിമുറിച്ച് വേറെ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അന്നും ഈ വിഷയങ്ങൾ, അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമല്ല, നിശ്ചിത പരിധിക്കുള്ളിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്ന യുവതീ പ്രവേശനം എന്ന് പറയാം. ഒരു വാക്ക് പറഞ്ഞു. ശരി. ആ യുവതീ പ്രവേശന സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളിലാണ് ഈ രണ്ട് വാക്കുകൾ വന്നത്, ഈ പൊറോട്ടയും ബീഫും ഒക്കെ. അന്ന് പലരും സംസാരിച്ച കാര്യമാണ്. പിന്നെ പ്രേമേന്ദ്രൻ സംസാരിക്കുമ്പോൾ മാത്രം എന്താണ് അതിനകത്ത് അങ്ങനെ പലരും സംസാരിക്കുമ്പോൾ കൊടുക്കേണ്ട പ്രാധാന്യമല്ല. NK പ്രേമേന്ദ്രനെ പോലെ നിരവധി തവണ ലോക്സഭാംഗവും ഒരു തവണ രാജ്യസഭാംഗവും കേരളത്തിന്റെ മന്ത്രിയുമൊക്കെ ആയിരുന്ന കേരളത്തിലെ തലമുതിർന്ന നേതാക്കളുള്ള ഒരാളായ NK പ്രേമേന്ദ്രൻ പറയുമ്പോൾ അതിന് മറ്റാരെങ്കിലും പറയുന്നതിനേക്കാൾ സവിശേഷമായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ചർച്ചയാവുന്നത്. മറ്റാരും പറയുമ്പോൾ ചർച്ചയാവാത്തതും അതുകൊണ്ടാണ്. അദ്ദേഹം പറയുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉന്നത പോലീസുകാരങ്ങനെ എന്തെല്ലാം പറയും എല്ലാം കാലത്ത്. ആ പോലീസ് പറയുന്നതൊക്കെ അതുപോലെ എടുത്ത് പൊതുവേദിയിൽ വന്ന് ഛർദ്ദിക്കലാണ് ഒരു നേതാവ് ചെയ്യേണ്ടത്.
അതിന് ഉത്തമമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞാൽ തെളിവ് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കണം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സാറിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. പത്രപ്രവർത്തകരെല്ലാം പലപ്പോഴും പല കേസുകെട്ടുകളിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ച് ഈ പത്രപ്രവർത്തകർ വാർത്ത എഴുതുന്ന പോലെയാണോ NK പ്രേമചന്ദ്രനെ പോലെ നേതാവ് സമൂഹത്തിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത്? താങ്കൾ എങ്ങനെയാണ് ആ ഓരോ വാർത്തയെക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിഷയം എടുത്താൽ അതല്ല എന്നുണ്ടെങ്കിൽ നാളെ മാധ്യമങ്ങൾ തിരുത്തി എഴുതില്ലേ കൃത്യമായും? അത് തെറ്റാണെന്ന് പറയില്ലേ കൃത്യമായും? അല്ലെങ്കിൽ പോലീസിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത്, അല്ലാതെ ഇതാണ് സത്യം എന്ന് പറഞ്ഞാണോ എഴുതുന്നത്? വല്ല കൊലപാതക കേസുകളോ അത്തരം ക്രിമിനൽ കേസുകളൊക്കെ വരുമ്പോൾ പോലീസിന്റെ ഇൻഫർമേഷൻ ഇതാണ്, പോലീസ് നൽകുന്ന വിവരം ഇതാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ പോലീസ് നൽകുന്ന വിവരം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരാളാണോ NK പ്രേമചന്ദ്രൻ? അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കാലം അത് മറച്ചു വെച്ചത്? അല്ല, അത് നേരത്തെ അദ്ദേഹം പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചിട്ടില്ല നേരത്തെ, മറ്റു ചിലരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മറ്റു പലരും സംസാരിച്ചിട്ടുണ്ട്. അന്ന് കത്തിക്കാളി നിൽക്കുന്ന സന്ദർഭത്തിൽ പല വേദികളിലും ഞാൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ശ്രീ ഇതേ മുരളിയോ അല്ലെങ്കിൽ മറ്റൊരാളോ സംസാരിക്കുന്ന പോലെ അല്ല NK പ്രേമചന്ദ്രൻ സംസാരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കി. സംസാരിച്ചാലും NK പ്രേമചന്ദ്രൻ സംസാരിച്ചാലും പിന്നെ കിരൺ സാർ സംസാരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ചാലും ഇന്ത്യ രാജ്യത്ത് പ്രകടമാകുന്ന ഒരു അനുഭവത്തിന് ഒരു കാര്യം പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശ്രീ ഇതേ മുരളി, ഒരുപാട് വ്യത്യാസമുണ്ട്. ആര് സംസാരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വ്യത്യാസങ്ങളാണ് സാർ ഇപ്പോ NK പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോ അത് ഭയങ്കരമായ പ്രശ്നമാണ് എന്ന് സംശയമൊന്നുമില്ല. NK പ്രേമചന്ദ്രനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം അദ്ദേഹം കാണിച്ചില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന് എപ്പോഴും ആ ഉത്തരവാദിത്തം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇവിടെ കൊല്ലം നല്ലിലേക്ക് വോട്ട് പിടിക്കാൻ വരുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നുമല്ല സംസാരിച്ചത്, ഈ വിഷയമാണ്. പ്രശ്നമല്ല. ശരി, ഓക്കെ. ശരി, സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് NK പ്രേമചന്ദ്രന്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? നമസ്കാരം സാറേ. ഈ NK പ്രേമചന്ദ്രൻ സാറിന്റെ അതിന് മറുപടിയായിട്ട് BPP മുസ്തഫ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഈ സാറ് പറഞ്ഞു NK പ്രേമചന്ദ്രൻ എന്ന സാറ് പാർലമെന്റേറിയൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ, NK പ്രേമചന്ദ്രൻ എന്ന വ്യക്തി ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ, സോളാർ കേസില് ഈ ചാനലുകളിൽ മുഴുവൻ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഉമ്മൻചാണ്ടിയെ വലിച്ചു കീറി പറഞ്ഞത് സത്യമാണോ? നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ പ്രേമചന്ദ്രൻ സാർ പറഞ്ഞ അത് സത്യമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സോളാർ കേസിൽ അദ്ദേഹം ചാനലുകളിൽ മുഴുവൻ വന്നിരുന്ന് പറഞ്ഞത് മുഴുവൻ സത്യമാവണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ സാർ പറഞ്ഞ നിലയ്ക്ക് NK പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ഞാൻ കണക്കാക്കണ അദ്ദേഹം പറഞ്ഞ ചിലപ്പോൾ സത്യമായിരിക്കും, അദ്ദേഹത്തിന് തെളിവുള്ള. അതേമാതിരി തന്നെ സോളാർ കേസിൽ അദ്ദേഹം പറഞ്ഞത് അതും സത്യമാവണം. അപ്പൊ അത് നോക്കണ്ട. ഈ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി ഈ പറഞ്ഞതിന് എന്താണ് എനിക്ക് തെളിവാണ്. പോലീസുകാര് ഇവർക്ക് പൊറോട്ടയും ഇറച്ചിയൊക്കെ മേടിച്ചു കൊടുക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണോ? ഇവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അപമാനിക്കില്ല ചെയ്ത് ഇദ്ദേഹം. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല. അദ്ദേഹം അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ അത്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഈ അവിശ്വാസിയായ ബിന്ദു അമ്മിണിയാണോ വിശ്വാസിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാണ്. ബിന്ദു അമ്മിണി അവിടെ നിയമപ്രകാരമാണ് പോയിട്ടുള്ളത്, സുപ്രീം കോടതി ഓർഡർ പ്രകാരം പോയിട്ടുള്ളൂ. ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറെ സംഘങ്ങളുണ്ടല്ലോ, അവര് ചെയ്തെന്താ? അവര് ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാര്, അവിശ്വാസിയായിട്ടുള്ള ബിന്ദു അമ്മിണി പറയണോ അവിശ്വാസിയാണെന്ന്, ഇവര് പറയണ ഈ വിശ്വാസിയായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കാണിച്ചു കൂട്ടുന്ന അത്രയും ഇവര് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. എനിക്ക് അത്രേ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു സാറേ. ശരി, എന്തായാലും താങ്കൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. ശബരിമലയിൽ വിശ്വാസത്തിന്റെ പേരിൽ അപ്പാടെ അടിച്ചു മാറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും കാണിച്ച അത്രയൊന്നും കാര്യങ്ങൾ ഇവരാരും കാണിച്ചിട്ടുണ്ടാവില്ല. അത് വളരെ വാലിഡായ പോയിന്റാണ്. ശ്രീ വിക്രമനാണ് അടൂരിൽ നിന്നും. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രേമേന്ദ്രനെ പോലെ ഒരു നേതാവിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. അത്തരം ഒരു ഉത്തരവാദിത്തം അദ്ദേഹം കാണിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണല്ലോ അദ്ദേഹം നിരവധി തവണ വിജയിക്കുകയൊക്കെ ചെയ്തു, അതിലൊന്നും സംശയമില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു ഈ പോലീസുകാർ വിശ്വാസത്തെ പിണറായി സർക്കാർ വികലമാക്കാൻ വേണ്ടി മനഃപൂർവ്വം പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിക്കൊടുത്താണ് ബിന്ദു അമ്മിണിയെ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവെന്ത് എന്നാണ് ബിന്ദു അമ്മിണി തിരികെ ചോദിക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് രേഖയുണ്ട്. പണ്ട് ശങ്കാടി പറഞ്ഞോടെ ഈ രേഖ കൈയുടെ വെള്ളയിലാ രേഖ ഉള്ളത്, പിന്നെ പ്രേമചന്ദ്രയിലല്ല. കൈയുടെ വെള്ളയിലാണുള്ളത്. എന്തിനാ സാറേ ഇങ്ങനെ ഈ നട്ട കുരുക്കാട്ട കള്ളം പറയുന്നത്? ആദ്യം ഒരു ദിവസം പറയുന്നു
പാലായിലായിരുന്നു. പിറ്റേ ദിവസം പറയുന്നു കോട്ടയത്ത്. ഇതെന്തോ ഒരു നേതാവല്ലേ സാറേ? ഞങ്ങൾ സാധാരണക്കാരൻ ഞങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ പോട്ടെ പറയാം. ഇതൊരു നേതാവ് എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ളതാണ് രാഷ്ട്രീയ രംഗത്തും പാർലമെന്റ് രംഗത്തും. ഈ വ്യക്തിയെ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തിനാ സാർ ഇങ്ങനെ കള്ളം പറയും? പണ്ടൊക്കെ തന്നെ പത്രം മതി. ഇതിപ്പോ അന്നേരം ഉള്ള കാര്യങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞ ബിന്ദു അമ്മണി ഈ പ്രേമചന്ദ്രനെതിരെ കേസ് കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം തന്നെയല്ലേ. ഈ പുള്ളി പിന്നെ പ്രേമചന്ദ്രൻ പറയുന്നത് പോലീസ് പറഞ്ഞു. ഏത് പോലീസ് പറഞ്ഞാ പറഞ്ഞത്? ഏത് പോലീസ്? എന്നിട്ട് പറയാ ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ട്, പെട്രോ പറഞ്ഞിട്ടുണ്ട്. ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ടോ? പോലീസുകാർ പറഞ്ഞിട്ടാ പറഞ്ഞത്? ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ പ്രേമേന്ദ്രൻ ഇത് വെറുതെ ഇങ്ങനെ ഉടായ്പല്ല. ഇനിയിപ്പോ ഇവിടെ ഒരു വർഗീയ കലാപമൊക്കെ ഉണ്ടാക്കി അടുത്തൊരു മന്ത്രിസഭ, കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന പ്രേമേന്ദ്രൻ മന്ത്രിയാകണം, അതിനുവേണ്ടി അടിച്ചിറക്കിയതാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്കിതേ പറയാം. എനിക്ക് ഒന്നുകൂടെ ബിന്ദു അമ്മണിയോട് പറയാനുള്ളത് പ്രേമേന്ദ്രനെതിരെ കേസ് കൊടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ വിക്രമൻ. മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കമാൻഡർ മാത്യു ആണ് അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അടൂരിൽ നിന്ന് തന്നെ അദ്ദേഹം മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. അടൂർ സ്വദേശി. അടൂരല്ലേ വീട്? അടൂരാ വീട്, സ്വന്തം വീട് അടൂരാ. ശരി, ഞാൻ പെട്ടെന്ന് പേര് നേരത്തെ അടൂരെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കിരണെ, ഈ വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രൈമ ഫേസി നമ്മൾ പ്രേമചന്ദ്രനെ ബിലീവ് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം പ്രേമചന്ദ്രൻ ഒരു എം പി ആണ്. ഒരു എം പി മാത്രമല്ല, യുഎനിലൊക്കെ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രൈമ ഫേസി പുള്ളി എനിക്ക് തോന്നുന്നില്ല വിഡ്ഢിത്തരം വിളിച്ച് പറയുമെന്ന്. മാത്രമല്ല, പുള്ളി അത് തെറ്റായിരുന്നെങ്കിൽ ഇപ്പൊ ഈ 3 ദിവസം കൊണ്ട് പുള്ളി അത് ക്ലാരിഫൈ ചെയ്തേനെ. കാര്യം നമ്മുടെ ചാനലിൽ തന്നെ ഇന്ന് രാവിലെ ബിന്ദു അമ്മണിയുടെ ഒരു വലിയ ലൈവ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മൊത്തം കേട്ടതാ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്, ആർത്തവ വിരാമം പോലും തീരാത്ത ബിന്ദു അമ്മണി ശബരിമലയിൽ പോയിട്ട് ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം വിഘ്നം നടത്തിയിട്ട് പിന്നെയും വന്നിരുന്ന ഇന്ന് രാവിലെ നമ്മുടെ ചാനലിൽ വന്നത് ന്യായീകരിക്കുക. അതെനിക്ക് മനസ്സിലാവാത്തത്. ശ്രീ കമാൻഡർ മാത്യു, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ എന്തെങ്കിലും തീർന്നില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അത് താങ്കൾക്ക് എങ്ങനെ അറിയാമെന്നും എനിക്കറിയില്ല. അതെല്ലാം വേറെ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ തൽക്കാലം കടക്കേണ്ടതില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അയ്യപ്പൻ പറയുന്നത് എന്താണ്? അയ്യപ്പൻ പറയുന്നത് അങ്ങനെയുള്ളവർ അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അയ്യപ്പൻ അങ്ങനെ ഒന്നും ആര് കയറണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോ കാലത്ത് ഓരോരോ ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ ഉണ്ട്. അതൊക്കെ അതിനകത്ത് അത്തരം ഒരു തർക്കത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഓക്കെ, സമ്മതിച്ചു. വേണ്ട, വിട്ടുകളയാം. സോറി, നമ്മൾ ആ വിഷയം വിട്ടുകളഞ്ഞു. ഓക്കെ. പക്ഷേ പ്രേമചന്ദ്രനെ പോലുള്ള ഒരാൾ പൈമ പൈസി നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാര്യം പുള്ളി ഒരു എം പി, 4-5 മണ്ഡലങ്ങളുടെ ഒരു എം പി ആണ്. അപ്പൊ ഒരു കാരണവശാലും പുള്ളി ഒരു വിഡ്ഢിത്തരം പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അതൊരു കാര്യം. ഓക്കെ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ എൻ കെ പ്രേമചന്ദ്രനെ പോലെ ഒരു നേതാവ് ഇത് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും വസ്തുതയുടെ പിൻബലം, തെളിവിന്റെ പിൻബലം ഉണ്ടാവുമോ? നമസ്കാരം സാർ. പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തില് പ്രേമചന്ദ്രൻ ഈ വാക്ക് പറഞ്ഞത് ഇനിയുള്ള കാലത്തും വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? ഹലോ, താങ്കൾ പറഞ്ഞോളൂ. അതുകൊണ്ട് അത്തരം പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നത് നമ്മൾ കരുതിയിരിക്കണം. കാരണം വിശ്വാസികൾ നഷ്ടപ്പെടും. കാരണം ബീഫും പൊറോട്ട അടിച്ചിട്ട് ആരും തന്നെ ശബരിമലയിൽ പോകുന്നില്ല എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടോ? അടിച്ചിട്ട് തന്നെ പോകുന്നത്. കാരണം അത് എപ്പോ മുമ്പേ അടിച്ചെന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അത് അവര് പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടില്ല. എപ്പോ അടിച്ചെന്നോ ബീഫും പൊറോട്ടയും. കാരണം ബീഫും പൊറോട്ടയും കഴിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും ശബരിമല പോകുന്നത്. എനിക്ക് തന്നെ അറിയാം, ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാർ പോകുന്നു. അങ്ങനെയല്ല, ആളുകൾ ശബരിമലയൊക്കെ പോകുമ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം, ചിലർ 1 ദിവസം, ചിലർ 3 ദിവസം, ചിലർ 7 ദിവസം, 11, 41, അങ്ങനെ വ്യത്യസ്തമായ ദിവസങ്ങളിലൊക്കെ അവർ വ്രതമൊക്കെ എടുത്ത് ആ സമയത്ത് മത്സ്യവും മാംസവും ഒഴിവാക്കി പോകുന്ന ആളുകളാണ്. ഓരോരുത്തരും വ്രതം ഓരോ രീതിയിലാണ്. ചിലർ ഭയങ്കര സ്ട്രിക്റ്റായ വ്രതമായിരിക്കും. അതൊക്കെ എന്തായാലും ഓരോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വ്രതങ്ങളൊക്കെ എടുത്താണ് പോകുന്നത്. പക്ഷെ അങ്ങനെ ആ സമയത്ത് മാംസം കഴിക്കുന്ന ആളുകൾ എന്തായാലും വളരെ വളരെ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. വളരെ സാധാരണ വിശ്വാസികൾ സാധാരണ ഇതിൽ ആ സമയത്ത് അങ്ങനെ മാംസം കഴിച്ചു പോകാറില്ല. നമ്മളെ പ്രദേശത്തൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ അന്ന് കഴിക്കൂല, കഴിക്കൂല. പക്ഷെ ഈ ബിന്ദു അമ്മണി എപ്പോ കഴിച്ചെന്നാ പറഞ്ഞത്? കാരണം ഈ പത്രക്കാരൻ നിരന്തരം ഇവരൊക്കെ പുറകിലില്ലേ, പിന്നെ എപ്പോ കഴിച്ചെന്നാ പറഞ്ഞത്? വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലൂടെ ശ്രീ രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കളോട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, താങ്കളെ പലതവണ പൊതുവേദിയിൽ നിന്ന് വിലക്കേണ്ടി വന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ താങ്കൾ വിളിക്കുമ്പോൾ അത് എടുക്കണ്ട എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ തരത്തിലേക്കുള്ള സംഭാഷണങ്ങൾ, ബോധപൂർവമായി അത്തരം വർഗീയ വിഷം വളർത്തുന്ന സംഭാഷണങ്ങൾ ഉണ്ടായാൽ ഇനിയും താങ്കളെ പഴയതുപോലെ തന്നെ ഒഴിവാക്കേണ്ടി വരുമെന്നുള്ള അറിയിപ്പോടു കൂടിയാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ഓക്കെ. അതായത് ഞാനിപ്പോ വിചാരിക്കുന്നത്, ഞാൻ പിണറായി വിജയനെ ഓർക്കുകയായിരുന്നു. പിണറായി വിജയൻ എത്ര കറക്റ്റായിട്ടാണ് പറഞ്ഞത്.
പരനാറിയെന്ന്. ഇയാൾക്ക് യോജിച്ച പേര് തന്നെയാ പറഞ്ഞത്. തലേ ദിവസം രാത്രി വരെ പിണറായി വിജയനോട് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ UDF പോയ ആള് കറക്റ്റായിട്ടാണ് പുള്ളി വിളിച്ചത്. അതുപോലെ തന്നെ ഈ ബീഫിന്റെ വിഷയം അന്ന് ഷിബു ബേബി ജോണും ചില ആൾക്കാരും ഉയർത്തിയപ്പോ അതിന് കേസ് കൊടുത്ത് കോടതിയിൽ പോയി അത് തള്ളിയതുമാണ്. പിന്നെ കനകദുർഗയും മമ്മണിയും ഒന്നും വലിയ വിശ്വാസികളല്ല. കാരണം എന്ന് വെച്ചാൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി ഭയങ്കര വിശ്വാസിയാ. അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് പോയി അതിഭയങ്കര വിശ്വാസിയാ. അതുപോലെ കുറെ നല്ല നല്ല ആൾക്കാർ അവിടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൈസ 9,000 രൂപ അടിച്ചുകൊണ്ട് പോയ വിജയ് മല്യ, ഇവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ആ പോറ്റിയും അവരൊക്കെ. അവർ വളരെ നല്ല നല്ല വിശ്വാസികളാണ്. അപ്പം ഞാനിതുവരെ ഇവിടെ പോയിട്ടില്ല. ഞാൻ ഇതുവരെ ശബരിമലയിലോ അയ്യപ്പനെയോ കാണാൻ പോയിട്ടില്ല ഇതുവരെ എന്റെ ജീവിതത്തിൽ. എനിക്ക് കാണുകയും വേണ്ട. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് പ്രതികരിച്ചത്. ശ്രീ നാരായണൻകുട്ടിയാണ് പാലക്കാട് നിന്നും. ശ്രീ നാരായണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നാരായണൻകുട്ടിയുടെ ടെലിഫോണിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ഇടവേളയുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഫാത്തിമയും ഒക്കെ സർക്കാർ കൊണ്ടുപോയത് പാലയിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും ഒക്കെ വാങ്ങിക്കൊടുത്ത് വിശ്വാസം വികലമാക്കിയിട്ടാണ് സ്ത്രീകളെ കയറ്റി എന്നുള്ളതിനേക്കാൾ ഗൗരവമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ബിന്ദു അമ്മണി അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് തെളിവ് പ്രേമേന്ദ്രൻ്റെ കയ്യിലുള്ളത് അത് പുറത്തുവിടാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഇതുവരെയും മറുപടി വന്നിട്ടില്ല. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് NK പ്രേമേന്ദ്രൻ്റെ ഈ വാക്കുകളെ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. ഓരോരുത്തരും ഓരോന്ന് പറയുന്നതേ അവരവരുടെ സംസ്കാരവും ഒക്കെ അനുസരിച്ചാണല്ലോ പറയുക. ഇപ്പൊ പ്രേമേന്ദ്രന്റെ സംസ്കാരം എത്രയാണെന്ന് എങ്ങനെയൊക്കെയുള്ളതാണെന്ന് കുറെ നാളുകൾക്ക് മുമ്പ് പിണറായി വിജയൻ ഒരു വിശേഷണം കൊടുത്ത് പ്രേമേന്ദ്രനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് ജനങ്ങളെല്ലാം കുറെ പേരെങ്കിലും പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ വിചാരിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതായി പ്രേമേന്ദ്രന്റെ ഈ പെരുന്നുണ പുറത്തു വന്നപ്പോഴേക്ക് അന്ന് പ്രേമേന്ദ്രനെ അനുകൂലിച്ചിരുന്ന സകലമാന ജനങ്ങളും ഇപ്പൊ പിണറായി പറഞ്ഞത് ശരിയായിരുന്നെന്നും പിണറായി അത്രയും പറഞ്ഞാൽ പോരായിരുന്നെന്നും പറയുന്ന ഒരു അഭിപ്രായത്തിലൊക്കെ എത്തിയിട്ടുള്ളത്. ഇനി എന്തിനാണ് ഈ പ്രേമേന്ദ്രൻ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. സർക്കാരിനെതിരെ കൊണ്ടുവന്നിട്ടുള്ള സകലമാന നുണകളും പൊളിഞ്ഞു വീഴുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇപ്പൊ അതേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. ഇനി എന്ത് പറഞ്ഞാലാണ് ഈ സർക്കാരിനെ ഒന്ന് ദ്രോഹിക്കാൻ പറ്റുക, എങ്ങനെയാണ് അവർക്കൊരു മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള വിചാരത്തിലാണ് ഈ UDF നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വഴിപ്പെട്ട് കൊടുത്തിരിക്കുകയാണ് പ്രേമേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിലൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ശബരിമല അയ്യപ്പനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് ഓർക്കണം. പ്രേമേന്ദ്രൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ബീഫും കഴിച്ച് നോയമ്പും ഇല്ലാതെ ഈ ശബരിമല ചെന്ന് കയറിയാൽ ഒന്നും സംഭവിക്കില്ല എന്നും കൂടെ പ്രേമേന്ദ്രൻ പറഞ്ഞൊരു അർത്ഥമുണ്ട്. കാരണം ഇത് അടിപൊളിയായിട്ടാണ് ഇപ്പൊ ബിന്ദു അമ്മണിയൊക്കെ നടക്കുന്നത്. ഇന്നലെ ചാനലിൽ കണ്ടു ബിന്ദു അമ്മണി പ്രേമേന്ദ്രനെ നന്നായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിനെതിരെ എടുക്കാവുന്ന എല്ലാ നടപടിയും എടുക്കുമെന്ന് ബിന്ദു അമ്മണി പറഞ്ഞിട്ടും കൂടിയുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പ്രേമേന്ദ്രനൊക്കെ ദുരുദ്ദേശത്തിന്റെ അങ്ങേയറ്റാണ്. ഈ അടവുകളൊന്നും ഈ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സർക്കാരിനെയോ ശബരിമലയോ ബാധിക്കാൻ പോകുന്നില്ല. പ്രേമേന്ദ്രന്റെ ഒക്കെ ഏറ്റവും മോശപ്പെട്ട കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കൃഷ്ണൻകുട്ടി. ശ്രീ സേതുമാധവനാണ് കാഞ്ഞങ്ങാട് നിന്നാണ്. ശ്രീ സേതുമാധവൻ, താങ്കളുടെ ഉടൻ തന്നെ വരാൻ നമുക്ക് വേഗത്തിൽ കുറച്ച് കമൻറ്റുകളെങ്കിലും വായിക്കേണ്ടതുണ്ട്. അതിനകത്ത് മുത്തുഹബ് ബി പറയുന്നു പ്ലാൻ ബി ഹൗ ടു എസ്കേപ്പ് ഫ്രം ശബരിമല ഗോൾഡ് കോൺട്രവേഴ്സി കേസ് എന്ന് പറയുന്നു. സ്വാഭാവികമായും അങ്ങനെ ഇടതുപക്ഷത്തു നിന്ന് ഒരാളായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം വന്നെങ്കിൽ നമുക്ക് അങ്ങനെ സംശയിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാർ പലപ്പോഴും എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ആരോപണം ഉന്നയിച്ചത് ഇടതുപക്ഷത്തു നിന്നല്ല, അവരുടെ മറുപക്ഷത്തു നിന്നാണ് എന്നുള്ളതുകൊണ്ട് അസംബന്ധമായ ഒരു ഇതല്ലേ എനിക്ക് പ്രേമേന്ദ്രൻ പറയുന്നത്. എന്ത് വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്? NK പ്രേമേന്ദ്രൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് പുറത്തു വിടണം, അല്ലാതെ അസംബന്ധം വിളിച്ചു പറയുന്നത് ഗൗതം M പറയുന്നു. അതോടൊപ്പം തന്നെ ബാബു മോൻ P പറയുന്നു പൗര കേസ് കൊടുക്കട്ടെ എന്ന് പറയുന്നു. സുൽകുമാർ പറയുന്നു പ്രേമേന്ദ്രൻ പറഞ്ഞത് സത്യമല്ല എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? LDFന് അന്ന് അതല്ല അതിനപ്പുറം ചെയ്യാൻ നടന്നവരാ, സോ ഹേറ്റ് ദം എന്നൊക്കെയാണ് സുനിൽകുമാർ പറയുന്നത്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. റാം പറയുന്നു പിന്നെ നിങ്ങളുടെ ചാനലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് മോങ്ങുന്ന ന്യൂസ് 8 ഇത് പറയാൻ എന്ത് യോഗ്യത എന്നൊക്കെ പറയുന്നു. അതെങ്ങനെയാണ് റാം? നമ്മുടെ ചാനലിലെയും നമ്മളെയൊക്കെ എന്തെല്ലാം ആളുകൾ ദിനംപ്രതി വിമർശിക്കുന്നു, കമൻറ്റുകളായി വിമർശിക്കുന്നു, പൊതുവേദിയിൽ വിളിച്ച് തന്നെ നമ്മളെയൊക്കെ എന്തെല്ലാം പറയുന്നു.
അതിലൊന്നും അങ്ങനെ കേസ് കൊടുക്കാനും ഒന്നും നടക്കാനില്ല. പിന്നെ അത്യപൂർവമായ ചില ആളുകളൊക്കെ എല്ലാ പരിധിയും ലംഘിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അത് വ്യക്തിപരമായ കാര്യങ്ങളുമൊക്കെ അങ്ങനെയൊക്കെ പോയാൽ ചിലപ്പോൾ കേസ് കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അത് അത്യപൂർവമാണ്. 100 വരുമ്പോഴൊക്കെയാണ്, 100 1000 വരുമ്പോഴാണ് ഒരെണ്ണമൊക്കെ വരുന്നത്. അല്ലാതെ അതിലൊന്നും കാര്യമില്ല. പിന്നെ അതോടൊപ്പം തന്നെ വീണ്ടും ഗൗതവും സുൽകുമാറും ഒക്കെ തന്നെയാണ് വീണ്ടും ഫോൺ വിളിച്ച് കിട്ടുന്നില്ല, എന്താണ് കുറച്ച് കാര്യങ്ങൾ അഭിപ്രായം പറയാനുണ്ട്, ഫോൺ എടുക്കുക എന്നൊക്കെ പറയുന്നത്. ഗൗതം തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ വരുന്ന ഫോൺ 4 ഫോൺ വീതം എടുത്തു വെക്കും, അതിനുശേഷം ഒരാൾ കട്ടാകുമ്പോൾ അടുത്തൊരു ഫോൺ എടുക്കും. അതാണ് നമ്മുടെ രീതി. 4 പേരെ വീതം എടുക്കുക. അതിനുശേഷം ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ ചിലപ്പോൾ ഒരാൾ വിളിച്ച് കാണും, അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ കിട്ടാവും. തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല മറ്റു മാർഗ്ഗം നമുക്ക് തൽക്കാലമില്ല. വീണ്ടും ഗൗതമൊക്കെയാണ് ഇത് വീണ്ടും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ്. കളവാണെങ്കിൽ അദ്ദേഹം കൊല്ലം MP സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറയാൻ കഴിയുമോ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ പറയാനിരുന്നായിരിക്കും. ബിന്ദു അമ്മണി അതോടൊപ്പം തന്നെ ബിന്ദു അമ്മണിക്ക് അറിയാമല്ലോ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കയറാമെന്ന്, പിന്നെ എന്തിന് കയറി? പ്രേമേന്ദ്രൻ സാർ പറഞ്ഞത് ശരിയല്ലേ? കിരണിന് ഭയങ്കര വിഷമമാണല്ലോ എന്ന് ഞണ്ടും കപ്പയും. സ്വന്തം പേര് പോലും സ്വന്തമായി എഴുതാൻ ആംബിയർ ഇല്ലാത്ത ഒരാളാണ് വന്ന് കിരണിന് ഭയങ്കര വിഷമമല്ലേ എന്നൊക്കെ വിലപിക്കുന്നത്. ആദ്യം സ്വന്തമായ പേരെഴുതി അഭിപ്രായം പറയാനുള്ള ഒരു സാമാന്യ മര്യാദ, അതൊക്കെ ഒരു അന്തസ്സാണ്. നമ്മുടെ പേരിൽ തന്നെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുക. വിയോജിക്കുന്ന അഭിപ്രായങ്ങളുണ്ട്, അനുകൂലിക്കുന്ന അഭിപ്രായങ്ങളുണ്ട്. എല്ലാം ഒന്നും നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന അഭിപ്രായങ്ങളൊന്നും അല്ല വരുന്നത്. വിയോജിക്കുന്നതിനുള്ള അതെല്ലാം കൂടെ ചേരുന്നതാണ് പൊതുവേദി എന്ന് പറയുന്നാലും ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. അമ്മിണിക്ക് ധൃതി കൂടിപ്പോയി എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ജയകുമാർ പറയുന്നു, മീൻ വെട്ടിക്കൊണ്ടിരുന്ന 75 വയസ്സായ അമ്മച്ചിയുടെ 1 പവൻ്റെ താലിമാല പിടിച്ചു പറിച്ചു കൊണ്ടുപോയ CPM കൗൺസിലറും ലോക്കൽ കമ്മിറ്റി അംഗവുമായ വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യാൻ ആർജവമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്രീ ജയകുമാർ, നമുക്ക് ആർജവത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ ചർച്ച ചെയ്യും, അല്ലാതെ എല്ലാ വിഷയങ്ങളും ജയകുമാർ പറയുന്നത് പോലെ ചർച്ച എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നതുകൂടി അറിയിക്കുന്നു. രാംദാസ് തെക്കോട്ട്, ബിന്ദു അമ്മണിയുടെ കൂടെ ഉണ്ടായിരുന്നു, പൊറോട്ടയും ബീഫും ബിന്ദു അമ്മണി കഴിച്ചിട്ടില്ല എന്ന് പറയാൻ മിസ്റ്റർ കിരൺ NK പ്രേമേന്ദ്രൻ MBA ആണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെന്ന് രാംദാസ് തെക്കോട്ട് പറയുന്നു. എനിക്കറിയില്ല ബിന്ദു അമ്മണി പൊറോട്ടയും ബീഫും കഴിച്ചോ ഇല്ലയോ എന്നും. ഞാൻ അമ്മണിയുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിനും അതും ഇല്ല എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ ബിന്ദു അമ്മണി കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മറുപടി പറയാൻ അർഹതപ്പെട്ടയാൾ. എനിക്കെതിരെ ഒരു ആരോപണം വന്നാൽ ഞാൻ പറയുന്നത് അല്ല, മറിച്ചാണെങ്കിൽ അത് ആരോപണം ഉന്നയിച്ച ആൾക്ക് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതൊന്നും അറിയാത്ത ഒരാളല്ല NK പ്രേമേന്ദ്രനെ പോലെ MP. അദ്ദേഹത്തിന് നിയമത്തിൽ ഇന്ത്യയിലെ പൗരബോധത്തിലുമൊക്കെ നല്ല ധാരണയുള്ള മുതിർന്ന നേതാവ് തന്നെയാണ്. അങ്ങനെയുള്ളവർ പറയുമ്പോൾ ആ തരത്തിലുള്ള ജാഗ്രത അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു. കമൻ്റ് അനുകൂലമല്ലെങ്കിൽ വായിക്കില്ല എന്നാണ് ബാബു മോൻ P പറയുന്നത്. അതെന്തൊരു വിചിത്രമായ വാദമായി പോയി ശ്രീ ബാബു മോൻ P. എന്നെ മോശപ്പെട്ട രീതിയിൽ പറയുന്ന കമൻറ്റുകളടക്കം ഞാൻ പ്രത്യേകമായി എടുത്ത് വായിക്കാറുണ്ട്. അത് ചിലപ്പോൾ ആളുകൾ പറയും അത് ചിലർക്കൊരു പ്രോത്സാഹനമാവും, ഈ കമൻറ്റ് വായിക്കാൻ വേണ്ടി അവർ മോശപ്പെട്ട രീതിയിൽ എഴുതുമെന്നൊക്കെ. ഞാൻ അങ്ങനെ ഒരാളുടെ കമൻറ്റ് ഏതെങ്കിലും എന്നെ മോശപ്പെട്ട രീതിയിൽ എഴുതിയതുകൊണ്ടോ എന്നെ പുകഴ്ത്തി എഴുതിയതുകൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും അധിക ആനുകൂല്യമോ അല്ലെങ്കിൽ അധിക നേട്ടമോ ഒന്നും കാണുന്നില്ല. AK കൃഷ്ണൻകുട്ടി പറയുന്നു, ബീഫ് കഴിച്ച് ശബരിമലയിൽ കയറിയാലും ഒന്നും സംഭവിക്കില്ല എന്ന അർത്ഥമല്ലേ പ്രേമേന്ദ്രൻ പറഞ്ഞതിനെന്ന് AK കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത്. എന്തായാലും അങ്ങനെ വിവിധ കമൻറ്റുകളുടെ ഒരു പെരുമഴ തന്നെയുണ്ട്. ശ്രീ സേതുമാധവനാണ് കാഞ്ഞങ്ങാട്. ശ്രീ സേതുമാധവൻ, ക്ഷമിക്കണം താങ്കൾ ഇത്രയേരം വെയിറ്റ് ചെയ്തതിന്. എന്തായാലും താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഹലോ നമസ്കാരം, പറഞ്ഞോളൂ. ഈ പ്രേമേന്ദ്രൻ പറഞ്ഞത് അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ബിന്ദു അമ്മണീനെ ഇത്രയെല്ലാം പോലീസുകാർ പിന്നെ ബിന്ദു അമ്മണീനെയും കനകദുർഗേനെയും കൂടി ഇത്രയെല്ലാം പോലീസുകാർ അകമ്പടിയോട് സേവിച്ചിട്ട് ശബരിമലയിൽ കയറ്റി ശരിയോ എന്ന് സാർ അഭിപ്രായം പറയാം. ശ്രീ സേതുമാധവൻ, നമ്മുടെ ചർച്ചാ വിഷയം ബിന്ദു അമ്മണിയും കനകദുർഗയൊക്കെ ശബരിമല കയറിയിട്ടൊക്കെ എത്രയോ കാലമായി. എന്നിട്ട് അതൊക്കെ കേരള സമൂഹം ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ്. പുതുതായി ഇപ്പോൾ NK പ്രേമേന്ദ്രനെ പോലെ ആൾ പറഞ്ഞ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിൽ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ശരി, ഓക്കെ. പറയാൻ അതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബിന്ദു അമ്മണി പിന്നെ കനകദുർഗ ആരാന്ന് എല്ലാവർക്കും അറിയാം. ശരി ശ്രീ വിൻസെന്റ്, ബിന്ദു അമ്മണിയും കനകദുർഗ ആരാണെന്നോ ആരോ ആയിക്കോട്ടെ, ആരായാലും അവരും ഈ രാജ്യത്തെ 2 പൗരന്മാരാണ്. അവർക്ക് അവരുടേതായ അവകാശങ്ങളും എല്ലാം ഉള്ള ആളുകൾ തന്നെയാണ്. ശ്രീ വിൻസെന്റ് ആണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ വിൻസെന്റ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ സാറേ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പൊതുവേദി സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകനും കൂടിയാണ്. ശരി, താങ്ക് യു. എന്തായാലും താങ്കൾ അങ്ങനെ എപ്പോഴും പിന്നെ ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്, പൊതുവായി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാം എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ പൊതുവേദി കേൾക്കുന്നത്. അപ്പം ഈ ഒരു ഇത്രയും കാലമായിട്ട് എനിക്ക് വിളിക്കണം എന്ന് തോന്നിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടുള്ള വിളിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്, സ്ഥിരമായി കാണുന്ന പ്രശ്നമാണെങ്കിൽ പോലും. അപ്പം ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ,
നമ്മുടെ NK പ്രേമചന്ദ്രൻ സാറിനെ കുറിച്ചിട്ടാണല്ലോ ഇവിടെ ചർച്ചയുള്ളത്. അതെ. അപ്പൊ NK പ്രേമചന്ദ്രൻ സാറ് പിന്നെ മുമ്പ് LDFന്റെ പിന്നെ ഘടകകക്ഷിയായ സമയത്ത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കണ്ണൂര് രാപ്പകൽ സമരത്തിന് വന്ന് നടത്തിയ ചർച്ചകളൊക്കെ അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് കോരിത്തെരിച്ചൊരു വ്യക്തിയായിരുന്നു ഞങ്ങൾക്ക്. ഇത് അത്രയും വളരെ മോശമായി ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞപ്പം അങ്ങനെ ഒരാള് ഇതെല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ച ഒരാള് ഇന്ന് അപ്പുറം പോയിട്ട് മറ്റുള്ളവര് മല കയറി ആയിക്കോട്ടെ, അത് കയറി എന്നുള്ള ചർച്ച സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ എങ്ങനെയാണ് ഈ ബീഫും പൊറോട്ടയും എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്നാണ് ഞങ്ങൾക്കൊക്കെ അതിശയം. ശരി, കേരളത്തിൽ ഇതുപോലത്തെ ഒരു പാർലമെന്ററി ഇല്ല എന്നാണ് പൊതുവെയുള്ള ചർച്ച. ആ ഒരു ഉന്നതമായ സ്ഥാനം വഹിക്കുമ്പോൾ പോലും ഇതുപോലുള്ള ഒരു എം പി കയറിയതല്ലാതെ ഈ പൊറോട്ടയും ബീഫും ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ ബീഫ് എന്ന് ഉദ്ദേശിച്ചതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ അടുത്ത കാലത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എം പി എന്ന നിലയിലും മോഡിയുടെ അടുത്ത് പിന്നെ സഞ്ജയ് സഹരാജനും ക്യാൻറ്റീനിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും അതിന് പുറമെ ഒരു അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അതിനൊന്നും രാഷ്ട്രീയമായി അത്തരം കാര്യങ്ങളൊന്നും കാണേണ്ടതില്ല. ചായ അപ്പൊ പിന്നെ സാറേ ഈ ബീഫ് എന്ന് എടുത്ത് പറയാനുള്ള കാരണം അല്ല, അതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞോളൂ. അതിനെ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ RSS ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ? അത് ആർക്കാ നിഷേധിക്കാൻ പറ്റുമോ സാറേ? ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ, പൊതുവെ ചർച്ചയിൽ തന്നെ ഇളയം മുരളി എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ഒരാൾ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാറേ, അദ്ദേഹത്തെ കൂലിപ്പട്ടാളം പോലെയാണ് അയാൾ കൊല്ലത്തിൽ ഈ MP ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ ശ്രീ വിൻസെന്റിന്റേതായ അഭിപ്രായം പറയാൻ അവസരമുണ്ട്. ഇതേ മുരളിയുടേതായ അഭിപ്രായം പറയാം. അത് കൂലിപ്പട്ടാളമാണോ ഇനി മറ്റേതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ കാണും. അങ്ങനെ അവർ അഭിപ്രായം പറയാം. അതിൽ നമ്മൾ അങ്ങനെ ഒരാളെ കൂലിപ്പട്ടാളം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവരുടെ അഭിപ്രായം പറയാം. ആക്ഷേപിക്കല്ല സാറേ, അതുപോലെയാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത്. ആക്ഷേപമല്ല സാറേ ഇതിൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഇതേ മുരളി പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. അയാൾ കൂലിപ്പട്ടാളമാണ് പോലെയാണ്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് താങ്കൾ വിയോജിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആകരുതെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു, അത് വിഷയമില്ല. പക്ഷെങ്കിൽ ഈ ബീഫ് എന്ന് എടുത്തു പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഈ നമ്മുടെ BJP-യുമായുള്ള ബാന്ധവത്തിന്റെ പേരിലാണോ ഈ ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യത്തിൽ. അതും ഇത്തരം ഒരു MP, ഇത്രയും പിന്നെ എന്താ പറയണ്ടേ, MP-യുടെ സ്ഥാനത്ത് ഇത്രയും വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു MP ഈ ഒരു വാക്ക് ഉദ്ദേശിക്കുമ്പം കേരളം പോലത്തെ ഇതുവരെ വർഗീയ ലഹളയൊന്നും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് ഇത് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ MP ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്, ഒരു പൊളിറ്റിക്കൽ ചോദ്യം തന്നെയാണ്. ഓരോരുത്തരും അവരുടേതായ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും. നമ്മൾ മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ വിമർശിക്കാം, പക്ഷേ വ്യക്തിപരമായി പരമാവധി വിമർശനങ്ങൾ ഒഴിവാക്കലാണ് എപ്പോഴും നല്ലത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രേമേന്ദ്രനെ പോലെ ഒരു MP ഇങ്ങനെ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുമ്പോൾ, സാധാരണ മറ്റതിനു മുമ്പൊക്കെ സമാനമായ അഭിപ്രായം മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ പറഞ്ഞ ആളുകളുടെ ഒരു ഗൗരവം വെച്ചിട്ടാണല്ലോ ചർച്ചയാവുന്നത്. ഈ പ്രേമേന്ദ്രൻ പറഞ്ഞതിന് എന്തെങ്കിലും കാര്യമുണ്ടാവാൻ വഴിയുണ്ടോ? കിരൺ സാർ, ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. പറഞ്ഞോളൂ സാർ, ന്യൂസ് 18 പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള വിഷയങ്ങളാണ് ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യണ്ട എന്ന് ചില വ്യക്തികൾ പറയുന്നത് അറിയാനുള്ള അവകാശത്തെയാണ് സാർ നിലനിർത്തുന്നത്. അറിയാനുള്ള അവകാശമാണത്. അതായത് ഓരോ ആൾക്കാർക്കും അറിയാനുള്ള അവകാശത്തെയാണ് അവരെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വേണ്ടാന്ന് പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. സാർ, കേന്ദ്രത്തിന്റെ വിവിധ കാര്യങ്ങൾ, നമ്മുടെ കേരളത്തിന്റെ വിവിധ കാര്യങ്ങൾ ഇദ്ദേഹം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വരുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പൊറോട്ടയും ബീഫും അത് കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ സാർ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ. ശരി, ശ്രീ ചന്ദ്രൻ നായരുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രകാശനാണ് കാഞ്ഞങ്ങാട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രകാശൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ഞാൻ കാഞ്ഞങ്ങാട് കൊളവയൽ, കാസർഗോഡ് ജില്ല കേട്ടോ. എവിടെയാണ്? കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് കൊളവയൽ. ശരി, കാഞ്ഞങ്ങാട് കൊളവയൽ നിന്നുള്ള പ്രകാശൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വേറെ ചർച്ച. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. പ്രേമചന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ നല്ലൊരു വ്യക്തിയാണ്. പക്ഷെ അയാൾ ഈ മിനിങ്ങാന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ഒരു പേര് വിളിച്ചില്ലേ, അതിനേക്കാൾ താൻ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ വിളിക്കുന്നില്ല. ഹലോ, ശരി, കേൾക്കാം, എനിക്ക് പറഞ്ഞോളൂ. അതിനേക്കാൾ താഴ്ന്ന വാക്കുണ്ടെങ്കിൽ അയാൾക്ക് പറ്റിയത്. നല്ലൊരു പാസിങ്ങിന് നല്ലൊരു ആള് പറഞ്ഞു. ഈ മനുഷ്യന്മാർ തരം താന്ന് പോകുന്നതിന് കണക്കില്ലേ?
ഒരു ബീഫും പൊറോട്ടയും എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൂട്ടുന്ന പണിയല്ലേ? എന്തെന്ന് ചിന്തിക്കുന്നത്? എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ എല്ലാം ചെയ്യുമ്പോൾ വളരെ മോശം അത്. ഹലോ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കേൾക്കാം ശ്രീ പ്രകാശൻ. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ NK പ്രേമചന്ദ്രന്റെ വാക്കുകളെ വിലയിരുത്തുന്നത്? കേരള രാഷ്ട്രീയത്തിലെ പൊതുസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം പാർലമെന്റിലായാലും നിയമസഭയിലായാലും ഒക്കെ വളരെ കൃത്യതയോടെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ നന്നായി സംസാരിക്കുന്ന ആളാണ് പ്രേമചന്ദ്രൻ. രാമചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അതേക്കുറിച്ചാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായ ഹത്യ നടത്താനോ അതല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോടോ എനിക്ക് തീരെ താല്പര്യമില്ല. അതിനോട് എനിക്ക് വിയോജിപ്പാണ്. പ്രേമചന്ദ്രൻ എല്ലാ അവസരങ്ങളിലും വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി വലിയ പാർട്ടിയൊന്നും ഇല്ലെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹം മിനിസ്റ്റർ ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, ഒക്കെ ആയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം പറഞ്ഞ ഒരു അഭിപ്രായം ഒരു പാർട്ടിയുടെ, അതായത് ഇടതുപക്ഷത്തിന്റെ അതല്ലെങ്കിൽ LDFന്റെ രണ്ട് നിലപാട് ഒരു വിഷയത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഒന്ന്, നേരത്തെ വിശ്വാസികളെ വളരെ പ്രയാസപ്പെടുത്തുന്ന റഷീദ്, അദ്ദേഹം പറഞ്ഞതിന്റെ സാഹചര്യമൊന്നുമല്ല. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വിഷയം പറയുന്നു, ഈ ഒരു വിഷയം പറഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് NK പ്രേമചന്ദ്രൻ. ബിന്ദു അമ്മണി പറയുന്നു, ഞാൻ പാലാ ഗസ്റ്റ് ഹൗസിലോ കോട്ടയം പോലീസ് ക്ലബ്ബിലോ ഒന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾ പൊറോട്ടയും ബീഫും ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ തെളിവുണ്ടെങ്കിൽ പ്രേമചന്ദ്രൻ പുറത്തുവിടുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രേമചന്ദ്രൻ ആ തെളിവുകൾ പുറത്തുവിടുകയല്ലേ വേണ്ടത്? അവരൊക്കെ സന്ദർഭത്തിനനുസരിച്ച് കാര്യസാധ്യതയ്ക്ക് വേണ്ടി വർത്തമാനങ്ങൾ മാറ്റിപ്പറയുന്ന ആളുകളാണ്. പ്രേമചന്ദ്രൻ അതെങ്ങനെയാണ് ശ്രീ റഷീദ് അങ്ങനെ പറയുന്നത്? അവരെല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ള സ്ത്രീയല്ലേ? രണ്ട് നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന്റെ പൊയ്മുഖം ജനങ്ങൾ മുൻപാകെ അവതരിപ്പിക്കണമെന്നുള്ള ശ്രീ റഷീദ്, താങ്കൾ പറയുന്നു പ്രേമചന്ദ്രൻ അങ്ങനെയല്ല, ബിന്ദു അമ്മണി അങ്ങനെയാണ്. ബിന്ദു അമ്മണിക്ക് എല്ലാ കാലത്തും ഒറ്റ നിലപാടാണ് ഉണ്ടായിരുന്നത്. ആ നിലപാടിനോട് എതിർപ്പുള്ളവരുണ്ട്, അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷെ അവർക്ക് ഒരേ നിലപാടാണ് എല്ലാ കാലത്തും ഉള്ളത്. അപ്പൊ അവരുടെ നിലപാട് അവർ മാറ്റി പറയുന്നവരാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെളിവുണ്ടോ പറയാൻ? നമ്മുടെ പൊതുസമൂഹത്തിന് അറിയാലോ. അപ്പൊ അതല്ല വിഷയം. വിഷയം പ്രേമചന്ദ്രന്റെ കയ്യിൽ അങ്ങനെ തെളിവില്ലാതെ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. നിലപാട് സ്വീകരിച്ച കേരള സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് ജനങ്ങൾ ബോധ്യവാന്മാരാകാൻ. താങ്കൾക്ക് പ്രേമചന്ദ്രൻ പറഞ്ഞ വിശ്വാസമുണ്ടോ? താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പ്രേമചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന്? ശരിയാണെന്നല്ല, ഒരു വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിച്ച ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ശ്രീ റഷീദ്, സമർത്ഥമായ വിഷയം മാറ്റേണ്ട വളരെ സിമ്പിളായ ചോദ്യമാണ്. പ്രേമചന്ദ്രൻ പറഞ്ഞ രീതിയിൽ ഈ പറയുന്നത് പോലെ അവർക്ക് ബീഫും പൊറോട്ടയും നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടേണ്ടേ? അതിന്റെ തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ വ്യക്തമായ തെളിവാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എവിടെ വേണമെങ്കിലും ആ തെളിവ് നിരത്താൻ അദ്ദേഹം തയ്യാറാണ്. അല്ലാണ്ട് അദ്ദേഹം എന്തായാലും ഇതുവരെ തെളിവ് പുറത്തുവിട്ടിട്ടില്ല. ശ്രീ റഷീദ്, നമുക്ക് ശ്രീമതി ജയയിലേക്ക് പോകേണ്ടതുണ്ട് കൊല്ലത്തു നിന്നും. ശ്രീമതി ജയ, കൊല്ലത്തു നിന്നുള്ള ദീർഘകാലത്തെ MP ആണ് പ്രേമചന്ദ്രൻ. രണ്ട് മുന്നണിയിൽ നിന്നും ഒരുപോലെ ജയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് പ്രേമചന്ദ്രൻ. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയൊക്കെ ഇത്തരം വിഷയത്തിൽ വൈകാരികമായി വലിയ സ്ഫോടനം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ അടക്കം പുറത്തു വിടേണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ തെളിവുണ്ടാവില്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം. പ്രേമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ സത്യം തന്നെയാണ്, കുത്തിത്തിരിപ്പൊന്നും അല്ല. ഞങ്ങളുടെ MP ആണ്, കൊല്ലത്തിന്റെ MP ആണ്. ഞങ്ങൾക്കൊക്കെ വളരെ വിശ്വാസമുള്ള ഒരു MP ആണ്. പുള്ളി അങ്ങനെ കള്ളത്തരം പറയുമെന്നുള്ള ഒരു ഇതും ഇത്രയും വർഷത്തെ ഞങ്ങൾക്ക് അടുത്ത പരിചയമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാനേ പറ്റത്തില്ല പുള്ളിയെ പറ്റി. അതുകൊണ്ട് ഇപ്പൊ ബിന്ദു അമ്മിണിയെയും പ്രേമചന്ദ്രനെയും കൂടെ കമ്പയർ ചെയ്യുന്ന കിരൺ എന്തിനാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ചെയ്തത് മഹാവിഷമം പിടിച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ അതിനെയൊക്കെ അങ്ങ് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് എന്തോ നേടാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ സ്ത്രീ അവിടെ വെച്ചങ്ങനെ കണ്ടിരുന്നെങ്കിൽ നല്ല അടി കൊടുത്തേനെയാണ്. പക്ഷെ അങ്ങനെ അടി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ശ്രീമതി ജയ നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിലുള്ളത്. അങ്ങനെ ആരോഗ്യമുള്ളവർക്ക് മറ്റുള്ളവരെ അടി കൊടുക്കുക എന്നുള്ള അവർ ചെയ്യുന്നതിനെ എതിർക്കണമെങ്കിൽ താങ്കൾക്ക് എതിർക്കാം, അത് ന്യായമായ ഒരു കാര്യം. പക്ഷേ ഞാൻ കണ്ടാൽ അടി കൊടുക്കും എന്ന് പറയുന്നത് ഗുണ്ടായിസമാണ്. ഉറപ്പായിട്ടും
എന്റെ വികാരമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരടുത്ത് ചോദിച്ചിട്ടല്ല ഞാൻ അല്ല, പറയുന്നത്. അത് ഞാനത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ എതിർക്കുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ അടി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഗുണ്ടയാണ് എന്നാണ്. അങ്ങനല്ലല്ലോ, ഗുണ്ടയല്ല, ഗുണ്ടി. ഞാൻ എന്നാ സ്ത്രീയല്ലേ. ഗുണ്ടിയെങ്കിൽ ഗുണ്ടി ഏതായാലും. അങ്ങനെ അല്ലല്ലോ. അത് ആക്കിയത് ഈ കിരണിന് തെറ്റുണ്ട്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ 41 ദിവസം ഗൾഫിലായിരുന്നിട്ട് പോലും വ്രതം പിടിക്കുന്ന ഒരാളാണ് ഞാനും എന്റെ കുടുംബവും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി വിഷമം ഉണ്ടാവും. അസ്വാഭാവികമായും ശ്രീമതി ജയ, അങ്ങനെ വിഷമമുള്ളവരും അവരെ എതിർക്കുന്നവരും ഒക്കെ ഒരുപാടായ ആളുകളുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ലല്ലോ. കാണിക്കണമെങ്കിൽ അവരൊക്കെ എവിടെയാണെന്നറിയാ പോണ്ടുന്ന, ഗോവയിലോ അല്ല അങ്ങനത്തെ വല്ല സ്ഥലങ്ങളിലും ഒക്കെ പോണം. ഇത് പരിപാവനമായിട്ടുള്ള ശബരിമലയിൽ ആക്ടിവിസം കാണിക്കാൻ. ശരി ശ്രീമതി ജയ, താങ്കളുടെ കോളിന്റെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ രഘുനന്ദനാണ് തിരുവില്ലാമരത്ത് നിന്നും. ശ്രീ രഘുനന്ദൻ, താങ്കൾ വേഗത്തിൽ പറഞ്ഞു. അതായത് എനിക്ക് ആദ്യം ഒരു നിർദ്ദേശം വെക്കാനുള്ളത്, പലരും ഇതിൻ്റെ അകത്ത് ഈ ചിത്രങ്ങളും വാർത്തകളും അയക്കുന്നുണ്ട്. അതിന്റെ നമ്പർ ഏതാണെന്നുള്ളതൊന്ന് യൂട്യൂബിലൊന്ന് പിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു. അറിയാൻ പറ്റുന്നില്ല. അതൊരാവശ്യം. എന്ത് ചിത്രങ്ങൾ അയക്കുന്നു? അല്ല, ഇതിൽ തന്നെ ചില ചിത്രങ്ങളൊക്കെ ഓരോരുത്തർ അയക്കുന്നതിന്റെ അവിടെ കാണിക്കുന്നുണ്ടല്ലോ. അത് ഏത് വഴി അയക്കുന്നത്? അതിന്റെ ആളുകൾ അയക്കുന്ന ചിത്രങ്ങളല്ല, നമ്മുടെ കയ്യിലുള്ള വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. അല്ല, ഈ ശ്രോതാക്കളുടെ പറഞ്ഞു 2 ദിവസം യൂട്യൂബിൽ കമന്റ് ചെയ്യുകയാണ് ആളുകൾ. അല്ല, കമന്റ് അല്ല, അതിനകത്ത് പടം വരത്തില്ലല്ലോ. ഇല്ല, നമ്മൾ പടം ചെയ്ത് ആരുടെയും കൊടുക്കാറില്ലോ. ശരി ശ്രീ രഘുനന്ദൻ, നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ക്ഷമിക്കണം. അങ്ങനെ ആരുടെയും പ്രേക്ഷകർക്ക് ഇതിൽ പ്രതികരിക്കാൻ കഴിയുന്ന, പൊതുവേദിയിൽ പ്രതികരിക്കാൻ കഴിയുന്നത്, പൊതുവേദിയുടെ നമ്പർ എപ്പോഴും സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ കാണും. ആ നമ്പറിൽ വിളിച്ചാണ് പ്രതികരിക്കാൻ കഴിയുന്നത്. മറ്റ് ചില വിഭാഗം പ്രേക്ഷകർ യൂട്യൂബിൽ ഇതിൻ്റെ ലിങ്ക്, ലൈവായി തന്നെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറി പ്രതികരിക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. അങ്ങനെ 2 തരത്തിലാണ് പ്രതികരിക്കാൻ കഴിയുന്നത്. നേരിട്ട് പ്രതികരിക്കുന്ന മുഴുവൻ അങ്ങനെ തന്നെ ലൈവായി കൊടുക്കാറുണ്ട്. യൂട്യൂബിലെ പരമാവധി കമൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കും. ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ എല്ലാ കമൻറ്റുകളും വായിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കും. ഒരാൾ തന്നെ ആവർത്തിച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ അവരുടെ ചില കമൻറ്റുകളൊക്കെ ഒഴിവാക്കാറും ഉണ്ട്, അല്ലെങ്കിൽ മോശപ്പെട്ട കമൻറ്റുകളും ഒഴിവാക്കാറുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. പ്രേമേന്ദ്രനെ പോലെ ഒരാൾ കള്ളം പറയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായി കാണും എന്ന് കരുതുന്ന ഒരു വിഭാഗം പ്രേക്ഷകരും, അങ്ങനെയല്ല, പ്രേമേന്ദ്രനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനനേതാവ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. എവിടെയാണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ആ തെളിവ് കയ്യിൽ ഉണ്ടായിട്ട് വേണമായിരുന്നു അത്തരമൊരു വാചകം പ്രേമേന്ദ്രനെ പോലെ സമൂഹത്തിൽ അംഗീകാരമുള്ളൊരു നേതാവ് പറയേണ്ടത് എന്ന് പറഞ്ഞവരും അങ്ങനെയൊന്നും അല്ല. പിണറായി വിജയൻ പണ്ട് പ്രേമേന്ദ്രനെ വിശേഷിപ്പിച്ചതുപോലെ ആ വിശേഷണത്തിന് അർഹനായ ഒരാളാണ് പ്രേമേന്ദ്രൻ എന്നൊക്കെ പ്രതികരിച്ച ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വിഷയത്തിൽ അത്തരം തീവ്ര പ്രതികരണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതുമാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.